വെൽക്കം ടു എ സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ 3rd യൂണിറ്റ് ആയിട്ടുള്ള ചാലഞ്ചസ് ഓഫ് ലൈഫ് എന്നുള്ള യൂണിറ്റാണ്. ആ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് യൂണിറ്റിലോട്ട് കിടക്കാം. ചാലഞ്ച് എന്ന് വെച്ചാൽ എന്താ? വെല്ലുവിളി ഓഫ് ലൈഫ്, ജീവിതത്തിലെ വെല്ലുവിളി എന്നാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കോട്ട് വെച്ചിട്ട് ബിഗിൻ ചെയ്യാം. ബി ദി ചേഞ്ച് യു വോണ്ട് ടു സീ ഇൻ ദി വേൾഡ്. മഹാത്മാഗാന്ധി. അപ്പൊ മഹാത്മാഗാന്ധിന്റെ വേർഡ്സ് ആണ്. അപ്പൊ എന്താ പറയുന്നത്? ലോകത്തെ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മാറണം, എന്നിട്ട് നമ്മൾ സൃഷ്ടിക്കാൻ ശ്രമിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു യൂണിറ്റ് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എന്റർപ്രീനിയർഷിപ്പ്, അതേപോലെ സക്സസ്, അതേപോലെ എന്താ പറയുക ലൈഫ് ചേഞ്ചിങ് സിറ്റുവേഷൻസ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഈ യൂണിറ്റിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഈ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ചാപ്റ്റേഴ്സ് എടുക്കാൻ നോക്കാം. 3rd യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ എ 3-വീൽഡ് റെവല്യൂഷൻ എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. എ 3-വീൽഡ് റെവല്യൂഷൻ, ഇത് ഇർഫാൻ ആലവുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇർഫാൻ ആലത്തിൻ്റെ പ്രൊഫൈൽ നോക്കാം. Irfan Alam is the founder and chairman of Samman Foundation, an Indian company which organizes the rickshaw pulling sector in Bihar. Samman means respect. അപ്പോൾ സമ്മൻ എന്നുള്ള വേർഡിന്റെ അർത്ഥം റെസ്പെക്ട് ആണ്. ഇർഫാൻ ആലം ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് ഈ സമ്മൻ ഫൗണ്ടേഷന്റെ ചെയർമാനും ഫൗണ്ടറും ആണ്. ഈ മെയിൻലി ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ റിക്ഷ പുള്ളേഴ്സ് ഇല്ല, അതായത് ഈ ഇങ്ങനെ സൈക്കിളിൽ പുൾ ചെയ്ത് നടക്കുന്ന, റിക്ഷയായിട്ട് പുൾ ചെയ്ത് നടക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. Through his leadership, Samman has implemented innovation to increase operator income, such as advertising and music, newspaper, first aid, water and juice for the passengers. അപ്പോൾ ഒരു ഇന്നോവേഷന്റെ ഭാഗമായിട്ട് ഒരു പുതിയൊരു ഐഡിയയിലോട്ട് കിടക്കുന്ന ഭാഗമായിട്ട് അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കി, മ്യൂസിക് ഉണ്ടാക്കി, അതേപോലെ ന്യൂസ് പേപ്പേഴ്സ്, ഈവൻ പാസഞ്ചേഴ്സിന് ജ്യൂസ് അടക്കം കൊടുക്കുന്ന സിസ്റ്റം ഇർഫാൻ ആലം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആലം വാസ് ആൾസോ ദി ഫസ്റ്റ് പേഴ്സൺ ടു ഇൻട്രൊഡ്യൂസ് പ്രീപെയ്ഡ് സൈക്കിൾ റിക്ഷ ഇൻ ഇന്ത്യ. അപ്പോൾ സൈക്കിൾ റിക്ഷ പ്രീപെയ്ഡ് ആക്കിയത്, അതായത് മുൻകൂട്ടി പേയ്മെന്റ് ഒക്കെ അടച്ച് ആ സിസ്റ്റം കൊണ്ടുവന്നത് ആലമാണ് കേട്ടോ. In only 2 years, Alam has built a family of over 1 lakh rickshaw operators across 9 states in India. 9 സ്റ്റേറ്റുകൾ, ഇന്ത്യയിലെ 9 സ്റ്റേറ്റുകളിലായിട്ട് 2 വർഷം കൊണ്ട് 1 lakh rickshaw operators-നെ ഉണ്ടാക്കാൻ ആലത്തിന് സാധിച്ചു. Although a first-generation entrepreneur, Alam efforts to empower those at the bottom of India's social hierarchy have been organized widely. അപ്പോൾ ബോട്ടം ലെവലിലുള്ളവരെയും ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു entrepreneurshipന് വേണ്ടിയിട്ട് ആലം എംപവർ ചെയ്തിട്ടുണ്ട്. He has won the Business Bazigar, a competitive reality television show for entrepreneurs, and the World Bank's Innovation Award. അപ്പോൾ അവാർഡ്സ് കിട്ടിയിട്ടുള്ളത് ബിസിനസ് ബാസിഗർ എന്ന് പറഞ്ഞ അവാർഡ് കിട്ടിയിട്ടുണ്ട്, അതേപോലെ വേൾഡ് ബാങ്കിന്റെ ഇന്നോവേഷൻ അവാർഡും ലഭിച്ചിട്ടുണ്ട്. Alam has also been recognized by the Time of India as one of the top 13 youth icon of India, and his business model was recently featured by The Economist. അപ്പോൾ എക്കണോമിസ്റ്റ് ഫീച്ചർ ചെയ്തിട്ടുണ്ട് ഈ അലത്തിന്റെ ഐഡിയ, അതേപോലെ ടൈംസ് ഓഫ് ഇന്ത്യ 30th യൂത്ത് ഐക്കൺ ആയിട്ടും സെലക്ട് ചെയ്തിട്ടുണ്ട്. At the Entrepreneurship Summit held at Washington, D.C. in 2010, President Obama complimented Irfan Alam with the words, "You are doing a tougher job than me." അപ്പോൾ ആലത്തിനെ വാഷിംഗ്ടൺ DC-യിൽ ഉള്ള എന്റർപ്രീനിയർഷിപ്പ് സുമ്മിറ്റിൽ ഒബാമ എടുത്തു പറഞ്ഞ വേർഡാണ്, നിങ്ങൾ എന്നിലേറും ടഫ് ആയിട്ടുള്ള ഒരു ജോബാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആലത്തിനെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇർഫാൻ ആലത്തിന്റെ ഒരു ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. Read and reflect. Most teenagers dream big. Some of them pursue their dream, choosing a path different from those of others. അപ്പോൾ എല്ലാ ടീനേജേഴ്സിനും വലിയ വലിയ ആഗ്രഹങ്ങളാണുള്ളത്. അതിൽ ചിലവരൊക്കെ അവരുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കും, ബാക്കിയുള്ളവർ സെലക്ട് ചെയ്യാത്ത മേഖലകളിലൂടെയൊക്കെ അവർ സഞ്ചരിച്ചു എന്ന് വരും. They design their own route of life. Success is for those who think big and act differently. അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള രീതിയിലാണ് സഞ്ചരിക്കുക. സക്സസ് എപ്പോഴും ഉണ്ടാവുക വലുതായിട്ട് ചിന്തിക്കുന്നവർക്കും അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ട് വ്യത്യസ്തമായി ആക്ട് ചെയ്യുന്നവർക്കുമാണ്. ഹാവ് യു കം അക്രോസ് ദ വേർഡ് എന്റർപ്രീനിയർഷിപ്പ്? അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും എന്റർപ്രീനിയർഷിപ്പ് എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ? മീറ്റ് ഇർഫാൻ ആലം, ആൻ എന്റർപ്രീനിയർ ഹു ചേഞ്ചസ് ദ ലൈവ്സ് ഓഫ് മെനി പീപ്പിൾ ത്രൂ ഹിസ് ഇന്നോവേറ്റീവ് എന്റർപ്രൈസസ്. അപ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇർഫാൻ ആലത്തിന്റെ എന്റർപ്രീനിയർഷിപ്പ് ഐഡിയയിലൂടെ അയാൾ കുറെ ആളുകളുടെ ലൈഫ് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഹിയർ ഈസ് ആൻ ഇന്റർവ്യൂ വിത്ത് ഹിം, റീഡ് ഓൺ. അപ്പോൾ ഇവിടെ ഇർഫാൻ ആലവുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലായിരിക്കും കേട്ടോ, ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ എന്നുള്ള രീതിയിലായിരിക്കും പോവാം. ഒരു ഇന്റർവ്യൂ ബേസ് ടൈപ്പിലാണ് ചാപ്റ്റർ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. എ 3-വീൽഡ് റെവല്യൂഷൻ.
ഈ 3 വീൽഡ് റെവല്യൂഷൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ റിക്ഷാസിന് നോർമലി 3 വീൽസ് ആണല്ലോ ഉണ്ടാവുന്നത്. അപ്പൊ അതിലൂടെ ഒരു റെവല്യൂഷൻ, വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ പേരിട്ടിട്ടുള്ളത്, ഈ 3 വീൽഡ് റെവല്യൂഷൻ എന്നുള്ളത്. ഇഫ് വി ആസ്പയർ ടു ലിവ് ഇൻ ഹാപ്പിയർ വേൾഡ് വി മസ്റ്റ് എംപവർ ദോസ് ലിവിംഗ് ഓൺ ദി മാർജിൻ ഓഫ് സൊസൈറ്റി. ആസ്പയർ എന്ന് വെച്ചാൽ കൊതിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നല്ലൊരു വേൾഡിന് വേണ്ടിയിട്ട് കൊതിക്കുന്നുണ്ടെങ്കിൽ വി മസ്റ്റ് എംപവർ എന്ന് വെച്ചാൽ നിയോഗിക്കുക, അധികാരം കൊടുക്കുക, അങ്ങനെയൊക്കെ. ദോസ് ലിവിംഗ് ഓൺ ദി മാർജിൻ ഓഫ് സൊസൈറ്റി. മാർജിൻ ഓഫ് സൊസൈറ്റി എന്ന് വെച്ചാൽ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ളവരെന്നൊക്കെ പറയില്ല, അതായത് നല്ല എന്താ പറയുക, ഇപ്പോൾ എല്ലാവരും എംപ്ലോയ് ചെയ്യിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. അതായത് ചാപ്റ്റർ ക്വസ്റ്റ്യൻ ആൻസർ ബേസ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കൺഗ്രാജുലേഷൻ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. Congratulations on your achievement. When and how did you conceive this idea? അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് പറയാണ്, നിങ്ങൾ ഇത്രയും അച്ചീവ് ചെയ്തതിന് കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞു. എങ്ങനെ ആൻഡ് എപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്നത് എന്ന് ചോദിക്കാം. ഇർഫാനാലും മറുപടി കൊടുക്കാണ്. I was 17 years old at that time. എനിക്ക് 17 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. I was traveling in a rickshaw and in the middle of the journey I was very thirsty. അപ്പൊ ഞാനൊരു റിക്ഷയിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ദാഹം വന്നു. I asked the rickshaw puller if he had any water. അപ്പൊ ഞാൻ ആ റിക്ഷ പുൾ ചെയ്യുന്ന വ്യക്തിയോട് ചോദിച്ചു, നിങ്ങളടുത്ത് വെള്ളം ഉണ്ടോ? He said that he did not carry water bottles because he did not have money to buy and stack them. അപ്പൊ ആ റിക്ഷാ പിള്ളേർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ വാട്ടർ ബോട്ടിൽസ് ഒന്നും വണ്ടിയിൽ വെക്കാറില്ല, കാരണം അത് മേടിച്ചു വെക്കാനുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. സ്റ്റാക്ക് ദം എന്നുള്ള വേർഡിന്റെ ശരിക്കുള്ള മീനിങ് അടുപ്പി വെക്കുക എന്നൊക്കെയാണ്, പക്ഷെ ഇവിടെ അത് ഉദ്ദേശിക്കുന്നത് നിറച്ചു വെക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ. It set me thinking and I immediately realized that there was a market for selling water bottles in rickshaws. അപ്പൊ ഞാൻ അത് മനസ്സിലാക്കി, അതായത് അയാൾ പറഞ്ഞ റിക്ഷാ പിള്ള പറഞ്ഞത് മനസ്സിലാക്കിയും എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്റെ മനസ്സിൽ വന്നൊരു ആശയമാണ് ഇവിടെ റിക്ഷാ പിള്ളേഴ്സിന് വാട്ടർ ബോട്ടിൽ സെല്ലിങ്ങിന്റെ ഒരു നല്ലൊരു മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത്. The very next day I talked to 5 rickshaw pullers and gave them each 8 bottles of water. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ 5 റിക്ഷാ പിള്ളേറുമായിട്ട് സംസാരിക്കുകയും അവർക്ക് 8 ബോട്ടിൽ ഓഫ് വാട്ടർ നൽകുകയും ചെയ്തു. I told them that for every bottle they sold, we would make a profit of 2 rupees, which we could split in half. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അതായത് എവറി ബോട്ടിൽ അവര് ആരൊക്കെ ഏതൊക്കെ ബോട്ടിൽ വിറ്റു അതിലൊക്കെ നമുക്ക് 2 രൂപ പ്രോഫിറ്റ് കിട്ടും. 2 രൂപ അതിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടും. ആ ലാഭം നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് 2 രൂപ കിട്ടുമ്പോൾ ഹാഫ് ആക്കിയിട്ട് 1 രൂപ എനിക്കും 1 രൂപ നിങ്ങൾക്കും എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ 2ആയി ഭാഗം തിരിക്കുക, അതിനാണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. The very first day I made a profit of 8 rupees. അങ്ങനെ ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് എത്ര ലാഭം കിട്ടി? 8 രൂപ ലാഭം കിട്ടി എന്നാണ് ഇർഫാൻ ആലം പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, you were very young when you came up with and executed this idea. നിങ്ങൾ ഭയങ്കര യങ് ആയിരുന്നല്ലോ, നിങ്ങൾ ഈ ഐഡിയ കൊണ്ടുവന്നപ്പോഴും അത് നടപ്പിലാക്കിയപ്പോഴും നിങ്ങൾ ഭയങ്കര യങ് ആയിരുന്നല്ലോ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിനുള്ള ആൻസർ ആണ് യെസ്, ഐ ഗസ് entrepreneurship is in my blood. അതായത് ഞാൻ വിശ്വസിക്കുന്നത് സംരംഭകൻ എന്നുള്ള ആ ആശയം എന്റെ ബ്ലഡിൽ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് ഇർഫാൻ ആലം പറയുന്നത്. ഐ ഹാഡ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ബിസിനസ് ഫ്രം എ വെരി ഏർലി ഏജ്. എനിക്ക് എപ്പോഴും ബിസിനസിനോട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഡ്യൂറിംഗ് ദ സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം ഇൻ 1992 മൈ ഫാദർ ആൻഡ് മെനി ഓഫ് ഹിസ് ഫ്രണ്ട് ലോസ്റ്റ് എ ലോട്ട് ഓഫ് മണി. അപ്പോൾ ഇർഫാൻ ആലം ഒരു എക്സ്പീരിയൻസ് പറയാണ്, സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം നടക്കുമ്പോൾ 1992 സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം നടക്കുമ്പോൾ എന്റെ ഫാദറും അതേപോലെ ഫാദറിന്റെ കുറെ ഫ്രണ്ട്സും കുറെ മണി അവർക്ക് നഷ്ടമായി വന്നു. ദാറ്റ് ഈസ് വെൻ ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഇൻട്രസ്റ്റ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ബിഗൻ റിസർച്ചിങ് ഓൺ വേരിയസ് കമ്പനി. ആ ടൈമിലാണ്, അപ്പം മുതലാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ആഗ്രഹം കാണിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നേടുകയും ചെയ്തത്. അങ്ങനെ കുറെ കമ്പനികളെ കുറിച്ച് എനിക്ക് അതിൽ നിന്ന് അറിവുകൾ നേടാൻ സാധിച്ചു. Interestingly, using my advice, all of my father's friends recovered their losses and most of them started making profit. അങ്ങനെ എന്റെ അഡ്വൈസ് കേട്ട്, അതായത് ഞാൻ റിസർച്ച് ചെയ്തതിന്റെ ബേസിൽ അവർക്ക് അഡ്വൈസ് കൊടുക്കാൻ തുടങ്ങി. ആ അഡ്വൈസ് കേട്ട് എന്റെ ഫാദേഴ്സിന്റെ ഫ്രണ്ട്സ് ഒക്കെ അവരുടെ നഷ്ടം റിക്കവർ ചെയ്തു. റിക്കവർ എന്ന് വെച്ചാൽ വീണ്ടെടുത്തു, ആ നഷ്ടപ്പെട്ട പൈസയൊക്കെ വീണ്ടെടുത്തു. അതിനുശേഷം അവർക്ക് ലാഭം കിട്ടാനും തുടങ്ങി. This enabled me to start my first portfolio management firm at the age of 13. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എന്റെ ഫസ്റ്റ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഫേം തുടങ്ങുന്നത്. അപ്പോൾ അത് തുടങ്ങുമ്പോൾ എനിക്ക് 13 വയസ്സായിരുന്നു. When my parents found out that I was dabbling in the rickshaw sector as well, they pulled me aside and asked me to stop doing it and concentrate on my studies. പാരന്റ്സ് പിന്നെ ഞാൻ ഈ റിക്ഷ സെക്ടറിലും കൂടി ഡാബിൾ ചെയ്യുന്നത് അറിയാം. ഡാബിൾ ചെയ്യാന്ന് വെച്ചാൽ, ഡാബ്ലിംഗ് എന്ന് വെച്ചാൽ അശ്രദ്ധമായി എന്തെങ്കിലും ചെയ്യുക എന്നാണ്. അതായത് അറിയാത്ത കാര്യത്തിലോട്ട് നടക്കുകയാണല്ലോ എന്നുള്ള ഫീൽ അവർക്ക് വന്നു. ഞാൻ ഈ റിക്ഷ സെക്ടറിൽ എൻഗേജ്ഡ് ആയപ്പോ അപ്പൊ അവരെന്നെ മാറ്റി നിർത്താൻ തുടങ്ങി. എന്നിട്ട് എന്നോട് പഠനത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞു. അസൈഡ് എന്ന് വെച്ചാൽ മാറ്റി നിർത്താം.
സോ ഐ ഷെൽഡ് ഇറ്റ് ബട്ട് മൈ ഇൻട്രസ്റ്റ് നെവർ വോണ്ട്. അപ്പോൾ ഇവിടെ ഷെൽഡ് എന്ന് വെച്ചാൽ ഷെൽഡ് ഇറ്റ് എന്ന് വെച്ചാൽ ഞാൻ അത് മാറ്റി വെച്ചു. പിന്നെ ബട്ട് മൈ ഇൻട്രസ്റ്റ് നെവർ വെയിൻഡ്. വെയിൻഡ് എന്ന് വെച്ചാൽ ക്ഷയിച്ചു എന്നാണ്. അപ്പൊ നെവർ വെയിൻഡ് എന്ന് വെച്ചാൽ ക്ഷയിച്ചിട്ടില്ല. പക്ഷെ എന്റെ അതിനോടുള്ള താല്പര്യം ഒരിക്കലും ക്ഷയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. I kept reading and researching on this sector all through my college days in Pondicherry, where I pursued my Masters of Foreign Trade degree. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വായിക്കുകയും മനസ്സിലാക്കുകയും എൻ്റെ കോളേജ് ഡേയ്സിൽ ഫുള്ള് ഞാൻ അതിനെക്കുറിച്ച് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. മാസ്റ്റേഴ്സ് ഓഫ് ഫോറിൻ ട്രേഡ് ആണ് പഠിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. പോണ്ടിച്ചേരിയിലുള്ള കോളേജിലാണ് പഠിച്ചത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Was the spark that revived this idea? Revived എന്ന് വെച്ചാൽ പുനർജനിപ്പിക്കുക. ഓക്കെ, പുനർജനിപ്പിക്കുക. അപ്പൊ ഈ ഐഡിയ വീണ്ടും എടുക്കാനുള്ള എന്ത് സ്പാർക്കാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. 2006 an Indian TV show called Business Bazigar launched an entrepreneur hunt and solicited idea for new business. അപ്പോൾ ഇവിടെ ആ സ്പാർക്ക് എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളതിന് മറുപടി കൊടുക്കണം. 2006 ബിസിനസ് ബസാർ എന്നുള്ള ഒരു TV ഷോ ലോഞ്ച് ചെയ്തു. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ എന്റർപ്രീനിയേഴ്സിനെ ഹണ്ട് ചെയ്തെടുക്കുക, അതേപോലെ സോളിസിറ്റർ എന്ന് വെച്ചാൽ ക്ഷണിക്കുക, അവരുടെ ഐഡിയാസിനൊക്കെ അവർ വെൽക്കം ചെയ്യാനും തുടങ്ങി. entered this contest with a business proposal. കോണ്ടസ്റ്റ് എന്ന് വെച്ചാൽ മത്സരം. ഞാൻ ഈ മത്സരത്തിലേക്ക് ഒരു ബിസിനസ് പ്രപ്പോസലുമായിട്ടാണ് പോകുന്നത്. മൈ ഐഡിയ വാസ് ടു ഓർഗനൈസ് ദ റിക്ഷ സെക്ടർ ആൻഡ് മേക്ക് ഇറ്റ് എ പ്രോഫിറ്റബിൾ വെഞ്ചർ. എന്റെ ഐഡിയ എന്തായിരുന്നു വെച്ചാൽ റിക്ഷ സെക്ടേഴ്സിനെയൊക്കെ ഓർഗനൈസ് ചെയ്യുക, അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു പ്രോഫിറ്റബിൾ വെഞ്ചർ തുടങ്ങുക എന്നുള്ളതായിരുന്നു. അക്കോർഡിംഗ് ടു മൈ പ്രപ്പോസൽ, റിക്ഷാസ് were to be redesigned so that the space on the vehicle could be sold for the purpose of advertisement and brand promotion. അപ്പോൾ എന്റെ പ്രപ്പോസൽ അനുസരിച്ച് റിക്ഷകളൊക്കെ റീഡിസൈൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? വെഹിക്കിളിന്റെ റിക്ഷയുടെ സ്പേസ് കൂട്ടുക, അതേപോലെ അഡ്വർടൈസ്മെന്റും പ്രൊമോഷൻസും അതിൽ ഉൾപ്പെടുത്തുക. അതായത് അതിന്റെ ഭാഗങ്ങളിലൊക്കെ ഓരോ സൈഡുകളിലൊക്കെ അഡ്വർടൈസ്മെന്റും പ്രൊമോഷൻസും കൊടുക്കുക. Also, I indicated that additional revenue could be made by selling products like water, juice, biscuit, mobile cards and newspapers to the passengers. Indicated എന്ന് വെച്ചാൽ നിർദ്ദേശിക്കുക എന്നാണ്. അപ്പൊ അതിനുശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്ത് നിർദ്ദേശിച്ചു എന്തിനു വേണ്ടിയിട്ട്? അഡീഷണൽ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തിലൂടെ? പ്രൊഡക്റ്റ് സെൽ ചെയ്തിട്ട് വാട്ടർ, ബിസ്ക്കറ്റ്, ജ്യൂസ്, മൊബൈൽ കാർഡ്സ്, ന്യൂസ് പേപ്പർ ഇതൊക്കെ പാസഞ്ചേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അഡീഷണൽ റവന്യൂ ഉണ്ടാക്കാനും ഞാൻ നിർദ്ദേശിച്ചു. ഐ വോൺ ദി ഷോ ആൻഡ് വാസ് ഓഫേർഡ് ദി സീഡ് മണി ഓഫ് ₹150 lakh. ഞാൻ ആ ഷോയിൽ ജയിക്കുകയും ചെയ്തു. അതിലൂടെ എനിക്ക് ₹150 lakh കിട്ടുകയും ചെയ്തു. Then next question. Was Summen started with this seed money? Summen എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ഈ മണി ഉപയോഗിച്ചിട്ടാണോ നിങ്ങൾ തുടങ്ങിയിട്ടുള്ളത്? ആ ഷോയിൽ നിന്ന് കിട്ടിയ മണി ഉപയോഗിച്ചിട്ടാണോ തുടങ്ങിയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. No, I very soon realized that the entry barrier to this business was very low. ഇർഫാൻ ആലം മറുപടി കൊടുക്കാണ്. ഈ ബിസിനസ്സിലോട്ട് കടക്കാൻ എനിക്ക് വലിയ എൻട്രി ബാരിയർ ഇല്ല എന്ന് മനസ്സിലായി. അതായത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ബിസിനസ് തുടങ്ങാൻ എന്ന് എനിക്ക് മനസ്സിലായി. The only way to sustain this business was to earn the loyalty of the rickshaw pullers. സസ്റ്റെയിൻ എന്ന് വെച്ചാൽ നിലനിർത്തുക എന്നാണ് സസ്റ്റെയിൻ്റെ അർത്ഥം. അപ്പൊ ഈ ഒരു ബിസിനസ് നിലനിർത്താൻ എനിക്ക് ആകെ വേണ്ടത് റിക്ഷാ പുള്ളേഴ്സിന്റെ ലോയാലിറ്റിയാണ്. ലോയാലിറ്റി എന്ന് വെച്ചാൽ വിശ്വസ്തത. അപ്പൊ റിക്ഷാ പുള്ളേഴ്സിന്റെ വിശ്വസ്തത മേടിക്കുക എന്നുള്ളതായിരുന്നു ഇതിനൊരു കടമ ഉള്ളത്. Then next, I wanted to provide insurance, ID card and uniforms to the rickshaw pullers. പിന്നെ എനിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടിയിരുന്നു, റിക്ഷാ പുള്ളേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ID കാർഡും ഇൻഷുറൻസ്, യൂണിഫോം, ഈ കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. I wanted to run this as a not for profit organization. എനിക്കിത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ടായിരുന്നു കൊണ്ടുപോകാൻ താല്പര്യം. To be honest with you, I was not thinking about social entrepreneurship at that point. ശരിക്കും സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞാനൊരു സോഷ്യൽ ആൻട്രപ്രീനിയർഷിപ്പ് എന്നുള്ളൊരു തിങ്കിങ്ങിലൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. I just thought that it would be the best way to sustain the business and the easiest way to get bank to give out loans. ഞാൻ അപ്പോൾ ചിന്തിച്ചിരുന്നത് ബിസിനസ്സിൽ നിലനിൽക്കാനുള്ള ഒരു നല്ലൊരു വഴിയായിട്ട് അത് കണ്ടിട്ടുണ്ട്. അതേപോലെ ബാങ്കുകൾ പെട്ടെന്ന് ലോൺ തരും എന്നുള്ള രണ്ട് തോട്ട് മാത്രമേ എന്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ. സിൻസ് ദി ഓർഗനൈസേഴ്സ് ഓഫ് ദി TV ഷോ ഡിഡ് നോട്ട് എഗ്രി ടു ദിസ് മോഡൽ, ഐ എൻഡഡ് അപ്പ് റിഫ്യൂസിംഗ് ദി സീഡ് ക്യാപിറ്റൽ. ഈ മോഡലിന് അവർ എഗ്രി ചെയ്തില്ല. അതായത് ഞാൻ ഉദ്ദേശിച്ച അത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അങ്ങനത്തെ ആ രീതിയിലോട്ടൊന്നും ആ TV ഷോ എന്നെ സമ്മതിച്ചില്ല. അപ്പൊ ഞാൻ ആ സീഡ് ക്യാപിറ്റൽ റിഫ്യൂസ് ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When did this turn into a true social venture? എന്ന് മുതലാണ് ഇതൊരു ട്രൂ സോഷ്യൽ വെഞ്ചർ ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്?
As I understood more about the lives of the rickshaw pullers and their plight, it turned into a social cause. എനിക്ക് ആ ചിന്ത വന്നത് എപ്പോൾ മുതലാണെന്ന് വെച്ചാൽ ഞാൻ ഈ റിക്ഷ പുള്ളേഴ്സിന്റെ ജീവിതം ഒക്കെ മനസ്സിലാക്കിയപ്പോൾ, പ്ലൈറ്റ് എന്ന് വെച്ചാൽ അവരുടെ ദുരാവസ്ഥ എന്നാണ് പ്ലൈറ്റ് എന്ന് വെച്ചാൽ. അപ്പൊ അവരുടെ ദുരാവസ്ഥയൊക്കെ മനസ്സിലാക്കിയോ, അവരുടെ അവസ്ഥ അത്രയും മോശമാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇതൊരു സോഷ്യൽ വെഞ്ചർ ആക്കണം എന്ന് ഞാൻ തീരുമാനിച്ചത്. സോഷ്യൽ വെഞ്ചർ എന്ന് വെച്ചാൽ സാമൂഹിക സംരംഭം ആക്കണം എന്ന് ഞാൻ തീരുമാനിച്ചത്. There are about 10 million rickshaw operators in India. ഇന്ത്യയിൽ 10 മില്യണോളം റിക്ഷ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. Most of these rickshaw pullers do not own the rickshaws, but instead rent them at the rate of 30 to 40 rupees per day. പക്ഷേ ഈ റിക്ഷ പുല്ലേഴ്സ് അധികമൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു റിക്ഷേഴ്സ് ഉണ്ടാവില്ല. അവരത് 30 to 40 rupees per ഡേക്ക് റെന്റിന് എടുക്കുന്നവരാണ്. The money they make after paying the rent is barely sufficient to sustain their families. അപ്പൊ ഈ റെന്റ് അടച്ചതിന് ശേഷം അവർക്ക് കിട്ടുന്നൊരു എമൗണ്ട് എന്ന് വെച്ചാൽ അവർക്ക് സസ്റ്റെയിൻ നിലനിൽക്കാൻ പോലും ഉത്തമമല്ലാത്തൊരു എമൗണ്ട് ആണ്. കണ്ടിന്യൂ ടു റിമെയിൻ അറ്റ് ദി റോട്ടം ഓഫ് ദി പിരമിഡ്. പിരമിഡിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്, അതായത് സൊസൈറ്റിയുടെ ഏറ്റവും അടിത്തട്ടിൽ അവർ നിലനിൽക്കാൻ തുടങ്ങി. അവർക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടാതെ ആ ഒരു ഇതിൽ നിലനിൽക്കേണ്ടി വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് ഐ കുഡ് ക്രിയേറ്റ് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് കുഡ് എംപവർ ദ റിക്ഷ പുള്ളേഴ്സ് ആൻഡ് ഫൈൻഡ് എ വേ ടു ഇൻക്രീസ് ദി ഓവറോൾ റവന്യൂ, ഇറ്റ് വുഡ് ബി എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത്. അങ്ങനെയാണ് ഞാൻ ഇവരെ ഇങ്ങനത്തെ ആളുകളെ എംപവർ ചെയ്തിട്ട് അവർക്ക് ഒരു തൊഴിലവസരം കൊടുത്തിട്ട് ഈ ഒരു ഇത് നിലനിർത്തണം എന്ന് ഞാൻ വിചാരിക്കാൻ തുടങ്ങി. അതിലൂടെ റവന്യൂ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും അവർക്കും അത് നല്ലൊരു സിറ്റുവേഷൻ ആണ്. അത് അവർക്കും പ്രോഫിറ്റബിൾ ആയിരിക്കും, എനിക്കും പ്രോഫിറ്റബിൾ ആയിരിക്കും എന്ന വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത്. ഐ ഫേംലി ബിലീവ് ഇൻ CK പ്രഹ്ലാനാസ് ഐഡിയ ദാറ്റ് ബിസിനസ് ക്യാൻ ബി സക്സസ്ഫുൾ ബൈ ടാർഗറ്റിംഗ് ദി ബോട്ടം ഓഫ് ദി പിരമിഡ്. അപ്പോൾ CK പ്രഹ്ലാനാദിന്റെ ഐഡിയ ആയിരുന്നു എനിക്ക് എപ്പോഴും ഒരു തുണയായിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു ഐഡിയ? പിരമിഡിന്റെ ബോട്ടത്തിൽ നിന്നാണ് എല്ലാ സക്സസ്ഫുള്ളും ഉണ്ടാക്കുന്നത്, അതായത് സൊസൈറ്റിയുടെ ഏറ്റവും അടിത്തട്ടിൽ നിന്നാണ് സക്സസുകൾ ഉണ്ടാവുന്നത് എന്ന് പറയുന്നത്. സമ്മൻ വാസ് ഫൈനലി ഫൗണ്ടഡ് ഇൻ 2007 വിത്ത് സീഡ് മണി ഫ്രം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അങ്ങനെ സമ്മൻ എന്നുള്ള ഫൗണ്ടേഷൻ 2007 സ്റ്റാർട്ട് ചെയ്തത്. അതിന് സീഡ് മണി ആയിട്ട്, അതിന് ഉത്ഭവത്തിനുള്ള ഒരു പൈസയായിട്ട് ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നും ഫാമിലിന്റെ അടുത്തുനിന്നുമാണ് മണി ശേഖരിച്ചത് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ യു ഡിസ്ക്രൈബ് ദി ഓപ്പറേഷണൽ മോഡൽ ഓഫ് സമ്മൻ? സമ്മന്റെ ഓപ്പറേഷൻ മോഡൽ എങ്ങനെയാണ് ഒന്ന് വിവരിക്കാമോ? When a rickshaw puller approaches someone, we first go through a verification process. അപ്പോൾ ഇർഫാനാലും അത് വിവരിച്ചു കൊടുക്കുകയാണ്. ഒരു റിക്ഷ പുള്ളർ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ, സമ്മനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അവരെ വെരിഫൈ ചെയ്യും, വെരിഫിക്കേഷൻ പ്രോസസ് ഒക്കെ നടത്തും. The operator is then given training on basic എറ്റിക്കറ്റ് ആൻഡ് ട്രാഫിക് റൂൾസ്. അതിനുശേഷം ആ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഞങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കും. എന്തിനൊക്കെ ട്രെയിനിങ് കൊടുക്കുക? എറ്റിക്കറ്റ് എന്ന് വെച്ചാൽ മര്യാദകൾ, അതേപോലെ ട്രാഫിക് റൂൾസ്, ഈ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കും. Then we approach the bank and help them get a loan for a new rickshaw. പിന്നെ നമ്മൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്യും. സമ്മൻ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ബാങ്കിനെ അപ്രോച്ച് ചെയ്തിട്ട് അവർക്ക് പുതിയ ഒരു റിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. Previously, banks were very reluctant to give loans to this section of the society. Reluctant എന്ന് വെച്ചാൽ മനസ്സില്ലാ മനസ്സോടെയാണ് ആദ്യമൊക്കെ, മനസ്സില്ലാ മനസ്സോടെ എന്നാണ് റിലക്റ്റന്റിന്റെ അർത്ഥം. മനസ്സില്ലാ മനസ്സോടെയാണ് ആദ്യമൊക്കെ ബാങ്കുകൾ ലോണ് ഈ സൊസൈറ്റിക്ക് കൊടുത്തിരുന്നത്. ഓക്കെ, നൗ സിൻസ് വി സ്റ്റാൻഡ് ആസ് guarantors, these rickshaw pullers have access to credit. ഞങ്ങളൊരു ഗ്യാരണ്ടിയർ ആയിട്ട് നിന്നപ്പോൾ, അതായത് സമ്മൻ എന്നുള്ള ഫൗണ്ടേഷൻ ഒരു ഗ്യാരണ്ടിയർ ആയിട്ട് അതിന്റെ ഇടയിൽ നിന്നപ്പോൾ റിക്ഷാ പുല്ലേഴ്സിന് ഈ ലോൺ പെട്ടെന്ന് കിട്ടാൻ തുടങ്ങി. The rickshaw pullers feel truly empowered when they drive their own vehicle. റിക്ഷാ പുല്ലേഴ്സിന് ഭയങ്കര എംപവർമെന്റ് ആയിരുന്നു. അവർ സ്വന്തമായിട്ട് അവരുടെ സ്വന്തം വെഹിക്കിൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഭയങ്കര എംപവേർഡ് ആയി. We provide the rickshaw pullers with accident and health insurance. ഞങ്ങൾ സമ്മൻ റിക്ഷാ പുല്ലേഴ്സിന് ആക്സിഡന്റ് അതേപോലെ ഹെൽത്ത് ഇൻഷുറൻസും കൊടുക്കുന്നുണ്ട്. Each driver is given an ID card and is required to wear a uniform while operating the rickshaw. റിക്ഷ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എല്ലാവർക്കും ID കാർഡും ഉണ്ട്, അതേപോലെ യൂണിഫോമും യൂസ് ചെയ്യണം. ഇത് നിർബന്ധമാണ്. The rickshaw pullers now become a part of the Samman family. ഇങ്ങനെയാണ് ഒരു റിക്ഷാ പുള്ളർ സമ്മൻ ഫാമിലിന്റെ ഭാഗമായി മാറുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ അപ്രോച്ചസ് എന്ന് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. Next question. How does Samman help increase the revenue of the rickshaw pullers? How does Samman itself get its revenue? എങ്ങനെയാണ് സമ്മൻ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ റിക്ഷാ പുല്ലേഴ്സിന്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? അതേപോലെ എങ്ങനെയാണ് നിങ്ങളും റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്? ഈ ഓർഗനൈസേഷനും എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്നത്? റവന്യൂ എന്ന് വെച്ചാൽ വരുമാനമാണ് കേട്ടോ. എങ്ങനെയാണ് നിങ്ങളുടെ സമ്മൻ എന്ന് പറയുന്ന ഓർഗനൈസേഷന് വരുമാനം ഉണ്ടാക്കുന്നത്, അതേപോലെ എങ്ങനെയാണ് റിക്ഷാ പുല്ലേഴ്സിന് വരുമാനം ഉണ്ടാക്കുന്നത്? അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇനിയുള്ളത്. അപ്പൊ അതിനുള്ള ആൻസർ നോക്കാം. സമ്മൻ റിക്ഷാസ് ആർ ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഹാവ്
plenty of space to display advertisement. സമ്മൻ റിക്ഷയിൽ നമ്മൾ മെയിനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് റിക്ഷാസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, കുറേ സ്പേസ് ഉണ്ട്. ആ കുറേ സ്പേസിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കാൻ തക്കവണ്ണം നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ അവിടെ ആഡ് കൊടുക്കാം, അതിലൂടെ വരുമാനം ജനറേറ്റ് ചെയ്യാം. സെവറൽ ലോക്കൽ ആൻഡ് നാഷണൽ ബ്രാൻഡ് പ്ലേസ് ദെയർ അഡ്വർടൈസ്മെന്റ് ഹിയർ. ആ സ്പേസിൽ കുറേ ലോക്കൽ ആയിട്ടുള്ളതും നാഷണൽ ആയിട്ടുള്ള ബ്രാൻഡുകളും അവരുടെ അഡ്വർടൈസ്മെന്റ് തരാറുണ്ട്. ദ അഡ്വർടൈസ്മെന്റ് റവന്യൂ ഈസ് സ്പ്ലിറ്റ് ഇൻ ഹാഫ് ബിറ്റ്വീൻ സമ്മൻ ആൻഡ് ദി റിക്ഷാ പുള്ളേഴ്സ്. ഈ അഡ്വർടൈസ്മെന്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം റിക്ഷാ പുള്ളേഴ്സിനും പകുതി കിട്ടും, അതേപോലെ സമ്മനും പകുതി കിട്ടും. ആൾസോ റിക്ഷാ പുള്ളേഴ്സ് ക്യാൻ ചൂസ് ടു സെൽ വാട്ടർ, ഫ്രൂട്ട് ജ്യൂസ്, സെൽഫോൺ, പ്രീപെയ്ഡ് കാർഡ്സ് എക്സെട്ര. പിന്നെ റിക്ഷാ പുള്ളേഴ്സിന് അവർക്ക് വാട്ടറും ജ്യൂസും സെൽഫോണും പ്രീപെയ്ഡ് കാർഡ്സും ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിൽ ആ റിക്ഷയിലൂടെ വിൽക്കുകയും ചെയ്യാം. ഇൻ ദാറ്റ് കേസ് ദേ കം ടു എ സെൻട്രൽ റിക്ഷാ യാർഡ് ഇൻ ദി മോർണിംഗ് ആൻഡ് ദി ലോഡ് അപ്പ് ദെയർ വെയർ. അങ്ങനെ അകലെയുള്ള റിക്ഷാ പുള്ളേഴ്സൊക്കെ രാവിലെ തന്നെ ഈ സെൻട്രൽ റിക്ഷാ യാർഡിൽ, ഒരു സെൻട്രൽ ആയിട്ടുള്ള അവരുടെ ഏരിയയിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അവിടെ എത്തിയിട്ട് ഈ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യും. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദ പ്രോഫിറ്റ് ഫ്രം ദെയർ സെയിൽ ഇസ് സ്പ്ലിറ്റ് ബിറ്റ്വീൻ ദം ആൻഡ് സമ്മൻ. അങ്ങനെ അതിന്റെ ദിവസത്തിന്റെ അവസാനം അതിൽ നിന്ന് കിട്ടുന്ന ലാഭം, ആ സെയിൽസിൽ നിന്ന് കിട്ടുന്ന ലാഭം പകുതി പകുതി ആക്കാറാണ്. ദ മണി ദാറ്റ് റിക്ഷാ പുള്ളേഴ്സ് ഏൺ ബൈ ട്രാൻസ്പോർട്ടിംഗ് ദി പാസഞ്ചർ ഈസ് സോൺലി ദെയേഴ്സ്. അപ്പോൾ ഈ പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന, അതായത് യാത്രക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന മണി അത് അവർ സ്വന്തമായിട്ട് കീപ്പ് ചെയ്യുക. ഈ അഡ്വർടൈസ്മെന്റിൽ നിന്നും അതേപോലെ ഈ സെയിൽസിൽ നിന്നും കിട്ടുന്ന മണിയാണ് ഹാഫ് ആക്കുന്നത്, സ്പ്ലിറ്റ് ചെയ്യുന്നത്. ദ റവന്യൂ ഓഫ് അവർ റിക്ഷാ പുള്ളേഴ്സ് ഹാവ് ഇൻക്രീസ് 30 to 40%. ഇതിലൂടെ ഞങ്ങളുടെ റിക്ഷാ പുള്ളേഴ്സിന്റെ വരുമാനം 30 നിന്ന് 40 ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, there are several other benefits on which we cannot put a monetary value. വേറെ കുറേ ബെനിഫിറ്റ്സ് ഞങ്ങൾക്ക് ഇതിനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും മോണിറ്ററി വാല്യൂ എന്ന് വെച്ചാൽ പൈസന്റെ മൂല്യം പറയാൻ കഴിയില്ല. റിക്ഷാ പുള്ളേഴ്സ് നൗ ഹാവ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് എംപവർമെന്റ്. അവർക്ക് റിക്ഷാ പുള്ളേഴ്സിന് അവരുടേതായിട്ടുള്ളൊരു എംപവർമെന്റും സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്സും ഇതിലൂടെ കിട്ടി തുടങ്ങി. ചിൽഡ്രൻ ഓഫ് ദി ഓപ്പറേറ്റേഴ്സ് ആൻഡ് their spouses attend free evening classes called സമ്മൻ ഗ്യാൻ. റിക്ഷാ പുള്ളേഴ്സിന്റെ മക്കളും അതേപോലെ പാർട്ട്നേഴ്സിനും ഫ്രീ ആയിട്ട് ഈവനിങ് ക്ലാസ്സസ് കൊടുക്കാൻ തുടങ്ങി. അതിന്റെ പേരാണ് സമ്മൻ ഗ്യാൻ. സമ്മൻ ഗ്യാൻ ഹാസ് ബ്രോട്ട് ഡിഗ്നിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ടു ദോസ് ഹു വർ പ്രീവിയസ്ലി കൺസിഡർഡ് മെനിയൽ ലേബറേഴ്സ്. ഇതിലൂടെ ഇവരുടെ ഫാമിലിക്കൊക്കെ ഡിഗ്നിറ്റി, അന്തസ്സും ഉണ്ടായി. അതേപോലെ ഇൻക്ലൂഷൻ എന്ന് വെച്ചാൽ ഉൾപ്പെടുത്തൽ, അതായത് അവരെ എല്ലാത്തിലും ഉൾപ്പെടുത്താനും തുടങ്ങി. ദേ വർ പ്രീവിയസ്ലി കൺസിഡർഡ് മെനിയൽ ലേബറേഴ്സ്. മിനിയൽ ലേബറേഴ്സ് എന്ന് വെച്ചാൽ വീട്ടുപണി ചെയ്യുന്നവരായിട്ട് മാത്രമായിരുന്നു മുമ്പ് അവർ കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷെ ഇതിന് ശേഷം സമ്മനിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവർക്ക് ഇൻക്ലൂസീവ് ആക്കി എല്ലാത്തിലും ഉൾപ്പെടുത്താനും അതേപോലെ അവർക്ക് നല്ല അന്തസ്സും ഡിഗ്നിറ്റിയും ഒക്കെ ലഭിക്കാൻ തുടങ്ങി. ഇൻ അഡീഷൻ ഐ എം വെരി ഹാപ്പി ടു സേ ദാറ്റ് സമ്മൻ ഇറ്റ് സെൽഫ് ഈസ് പ്രോഫിറ്റബിൾ. അതിനു പുറമെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ സമ്മനും ഇതിലൂടെ ഭയങ്കര ലാഭം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. Last fiscal year, we made a net profit of 8 lakh rupees and a revenue of 15 lakh rupees. ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഞങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് ലാഭമായിട്ട് 8 ലക്ഷവും ഉണ്ടായിരുന്നു, അതേപോലെ വരുമാനമായിട്ട് 50 ലക്ഷവും കിട്ടി. മൈ മെന്റേഴ്സ് ഹാവ് ബീൻ എംഫസൈസിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സസ്റ്റൈനബിലിറ്റി. എന്റെ മെന്റേഴ്സ് എന്നെ ഉപദേശിക്കാൻ തുടങ്ങി എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് സസ്റ്റൈനബിലിറ്റി, നിലനിൽപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. അല്ലെങ്കിൽ ഡസ് സമ്മൻ ഗെറ്റ് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ മൈക്രോ ഫിനാൻസിങ്. സമ്മന് മൈക്രോ ഫിനാൻസിങ് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ടോ? മൈക്രോ ഫിനാൻസിംഗ് എന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ. അപ്പോൾ അതിനുള്ള ആൻസർ ഇർഫാൻ ആലം കൊടുക്കാണ്. നോ, വി ഡു നോട്ട് ഡയറക്ട്ലി മൈക്രോ ഫിനാൻസ് ദ റിക്ഷാ പുള്ളേഴ്സ്. ഞങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ചെറിയ ഇതുകളൊന്നും ഫിനാൻസ് ഒന്നും കൊടുക്കാറില്ല. വി ജസ്റ്റ് എനേബിൾ ദ റിക്ഷാ പുള്ളേഴ്സ് ടു ഗെറ്റ് ഫിനാൻസ് ഫ്രം ദി ബാങ്ക്. ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് മുഖേനയാണ് അവർക്ക് ഫിനാൻസ് കൊടുക്കാറ്. ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് റെന്റ് ഫോർ ഡീക്കേഡ്സ് ദ റിക്ഷാ പുള്ളേഴ്സ് ഓൺലി പേ ദി ബാങ്ക് ലോൺ ആസ് ഇൻസ്റ്റാൾമെന്റ്സ് ആൻഡ് ഇവൻച്വലി ബിക്കം ദി ഓണേഴ്സ് ഓഫ് ദി റിക്ഷാസ്. കാലം റെന്റ് കൊടുക്കുന്നതിന് പകരം ഇതിലൂടെ അവർക്ക് ലോണിന്റെ എമൗണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്താൽ മതി. അവർ റിയൽ ഓണേഴ്സുമായി, അതായത് ആ റിക്ഷയുടെ ഓണേഴ്സുമായി അവർക്ക് ആ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ലോണിലോട്ട് അടച്ചാൽ മതി. ഇങ്ങനെയാണ് ഇത് നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ആർ ഇൻ സൈക്കിൾ റിക്ഷാസ് എ ഡൈങ് ബ്രീഡ്? മരിക്കുന്ന ഇനം എന്നാണ് ഡൈങ് ബ്രീഡിന്റെ അർത്ഥം, അതായത് ഇല്ലാണ്ടാവുകയല്ലേ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള ആൻസർ, റിക്ഷാസ് കണ്ടിന്യൂ ടു ബി എ പോപ്പുലർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ മോസ്റ്റ് പാർട്ട് ഓഫ് ദി കൺട്രി. നമ്മുടെ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും റിക്ഷാസ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. The number of rickshaws in New Delhi has actually increased by 20% in the last 2 to 3 years. അപ്പോൾ ന്യൂഡൽഹിയിൽ തന്നെ നമ്പർ ഓഫ് റിക്ഷാസിന്റെ എണ്ണം 20% കൂടിയിട്ടുണ്ട്. The reason for this increase is that it has become the choicest form of transport to carry passengers
passengers to and from the metro stations. മെട്രോ സ്റ്റേഷനിൽ നിന്ന് പാസഞ്ചേഴ്സിന് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതാണ് ഇതിന്റെ ഒരു അളവ് കൂടാനുള്ള കാരണം, ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. അതായത് റിക്ഷാസ് കൂടുതൽ ഉപയോഗിക്കാനുള്ള കാരണം മെട്രോ സ്റ്റേഷനിൽ നിന്ന് പാസഞ്ചേഴ്സിന് എടുക്കുക എന്നുള്ളതാണ്. ആൾസോ ഐ പേഴ്സണലി തിങ്ക് റിക്ഷാസ് ആർ ദ വെഹിക്കിൾസ് ഓഫ് ദി ഫ്യൂച്ചർ. ഞാൻ പേഴ്സണലായിട്ട് ചിന്തിക്കുന്നു റിക്ഷാസ് ഫ്യൂച്ചറിലോട്ട് വരുന്നൊരു വലിയ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട്. ദേ ആർ എൻവയൺമെന്റ് ഫ്രണ്ട്ലി, അത് ഭയങ്കര എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആണ്. ആൻഡ് R&D വിങ് ദാറ്റ് ഈസ് വർക്കിംഗ് ഓൺ എ സോളാർ പവേർഡ് ഫൈബർ ഗ്ലാസ് റിക്ഷാസ്. ഞങ്ങൾക്ക് R&D എന്ന് വെച്ചാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് ഉണ്ട്, അതായത് R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവർ കറന്റ് വർക്ക് ചെയ്യുന്നത് സോളാർ പവറും അതേപോലെ ഫൈബർ ഗ്ലാസും യൂസ് ചെയ്തിട്ടുള്ള റിക്ഷാസ് ഡെവലപ്പ് ചെയ്യുന്നതിലാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What were your experiences at the Presidential Entrepreneurship Summit at the United States? യുണൈറ്റഡ് സ്റ്റേറ്റിൽ നടന്ന പ്രസിഡൻഷ്യൽ എന്റർപ്രീനിയർഷിപ്പ് സുമ്മിറ്റിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കാനാണ്. അപ്പോൾ അതിന് ഇർഫാൻ അലത്തിന്റെ ആൻസർ. ഐ മെറ്റ് സം ട്രൂലി ഗ്രേറ്റ് പീപ്പിൾ. ഞാൻ അവിടെ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള വ്യക്തികളെ മീറ്റ് ചെയ്തു. ഐ വാസ് ഇൻഡീഡ് ഹോണർ ടു ടോക്ക് ടു ദി നോബൽ പ്രൈസ് ലോറിയേറ്റ് മുഹമ്മദ് യൂനുസ്. എനിക്ക് അവിടെ ഭയങ്കര ഹോണറായിട്ട് തോന്നിയത്, ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ അഭിമാനമായിട്ട് തോന്നിയത് നോബൽ പ്രൈസ് ജേതാവായിട്ടുള്ള മുഹമ്മദ് യൂനുസിനെ കണ്ടുമുട്ടിയതിൽ അല്ലെങ്കിൽ അവരോട് സംസാരിച്ചതിലാണ്. ഹി ഇൻവൈറ്റഡ് മീ ടു ബംഗ്ലാദേശ് ടു ഹെൽപ്പ് സെറ്റ് അപ്പ് എ സിമിലർ ഓർഗനൈസേഷൻ ഫോർ ദി റിക്ഷ വർക്കേഴ്സ് ദെയർ. മുഹമ്മദ് യൂനുസ് എന്നെ ഇൻവൈറ്റ് ചെയ്തു, ബംഗ്ലാദേശിലോട്ട് എന്നെ വിളിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഇതേപോലത്തെ ഒരു ഓർഗനൈസേഷൻ അവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട്. What is your advice to students on entrepreneurship? Entrepreneurshipനെ കുറിച്ച് കുട്ടികളോട് നിങ്ങൾക്ക് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? An entrepreneur is one who identifies an opportunity and put in conscious effort to make it an enterprise. ഒരു നല്ലൊരു entrepreneur എന്ന് വെച്ചാൽ അയാൾ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി അതിലോട്ട് എഫേർട്ട് ഇട്ടിട്ട് ഒരു എന്റർപ്രൈസ് തുടങ്ങും. People generally discourage youth from treading this path. ത്രെഡിങ് എന്ന് വെച്ചാൽ ചവിട്ടുക. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോർമലി എല്ലാവരും അങ്ങനത്തെ ഒരു പാതയിലോട്ട് സഞ്ചരിക്കാൻ സമ്മതിക്കില്ല എന്നാണ്. ചെറിയ യൂത്തിനെ സഞ്ചരിക്കാൻ സമ്മതിക്കാറില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ബട്ട് ഇറ്റ് ഈസ് ടൈം ടു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് എന്റർപ്രീനിയർഷിപ്പ് ആസ് എ കരിയർ ആസ് ഇറ്റ് ക്യാൻ ബി ആൻ ഇമ്പോർട്ടന്റ് ടൂൾ ടു ടാക്കിൾ അൺഎംപ്ലോയ്മെന്റ് ഇൻ ദി കൺട്രി. അപ്പോൾ എല്ലാവരും എന്റർപ്രീനിയർഷിപ്പിനെ കുറിച്ച് ചിന്തിക്കണം എന്ന്, കരിയറായിട്ട് തന്നെ ചിന്തിക്കണം എന്ന് ഞാൻ ചിന്തിക്കാനുള്ളൊരു സമയം ആയിട്ടുണ്ട്. കാരണം നമ്മുടെ കൺട്രിയിൽ അൺഎംപ്ലോയ്മെന്റ് ആണ്, ആർക്കും ജോബ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണ്. അതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, ടാങ്കിൾ ചെയ്യാന്ന് വെച്ചാൽ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്റർപ്രീനിയർഷിപ്പ് എന്നുള്ളത് ഒരു കരിയർ ആയിട്ട് എല്ലാവരും ചിന്തിക്കാനുള്ള സമയം ആയിട്ടുണ്ട്. ദെൻ it is important to dream, but it is equally important to take calculated risk to achieve your dream. എപ്പോഴും ഡ്രീം ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ? നമ്മൾക്ക് നല്ലൊരു ഡ്രീം ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റിസ്ക് ഏറ്റെടുക്കുക എന്നുള്ളതും. റിസ്ക് ഏറ്റെടുത്താൽ മാത്രമാണ് ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അതായിരുന്നു അതിനുള്ള മറുപടി. നെക്സ്റ്റ് എന്താണ്? ലാസ്റ്റ് താങ്ക് യു പറയണം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ സ്പെയറിംഗ് ദ ടൈം ടു ടോക്ക് ടു അസ്. വി വിഷ് യു ദ വെരി ബെസ്റ്റ് ഫോർ യുവർ യുണീക് ജേർണി. അപ്പോൾ താങ്ക് യു പറയണം, ഞങ്ങളോട് സമയം ചെലവഴിച്ചതിൽ താങ്ക് യു. അതേപോലെ നല്ലത്, നിങ്ങളുടെ ഈ യുണീക്ക് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള യാത്രയിൽ നല്ലത് വന്നു ചേരാൻ വേണ്ടിയിട്ട് വിഷ് ചെയ്യുകയും ചെയ്തു. ദെൻ നെക്സ്റ്റ്, അപ്പോൾ അതിന് അലം പറയാണ്, മറുപടി കൊടുക്കുകയാണ്. താങ്ക്സ്, ഇറ്റ് ഈസ് വിത്ത് ദ ബ്ലെസ്സിംഗ് ഓഫ് മൈ മെന്റേഴ്സ് ആൻഡ് വെൽ വിഷേഴ്സ് ദാറ്റ് ഐ കേരി മൈ ജേർണി ഫോർവേഡ്. അപ്പോൾ താങ്ക്സ് അവരോടും പറഞ്ഞിട്ട് പറയാണ്, എൻ്റെ മെന്റേഴ്സിൻ്റെയും എൻ്റെ അതായത് എനിക്ക് അഭിപ്രായങ്ങൾ തരുന്നവരും അതേപോലെ എൻ്റെ വെൽ വിഷേഴ്സിൻ്റെയും ബ്ലെസ്സിംഗ് കൊണ്ടാണ് ഞാൻ ഈ ജേർണി ക്യാരി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ഇന്റർവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. Interview given to Sujata Ramprasad for India Currents in May 2010 after participating in the Entrepreneurship Summit in Washington. വാഷിംഗ്ടണിലെ Entrepreneurship Summitന് ശേഷം 2010 സുജത രാംപ്രസാദിന് കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിലൂടെ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഇർഫാൻ ആലം എന്ന് പറയുന്ന ആൻട്രപ്രീനിയറിന്റെ ഇന്റർവ്യൂ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കോമെന്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.